കിലോമീറ്റർ വെറും 44,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. ലോ കിലോമീറ്റർ, അത് ലോ കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനം. ഒരു സ്പെഷ്യൽ വാഹനമാണ്, നമ്മൾ ഇതുവരെ എവിടെയും കാണിച്ചിട്ടില്ല. വേറെ ആളുകൾ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യൂസ്ഡ് വാഹനങ്ങളിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. 2014 മോഡലിൽ വെറും 41,000, ഒന്നും പറയാനില്ല. അത് 2 ലിറ്റർ വാഹനം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിങ്ങളെ ഇന്നൊരു പുതിയ ഷോറൂം പരിചയപ്പെടുത്താൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഷോറൂം കല്ലിങ്കൽ യൂസ്ഡ് കാർസ്, അതായത് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് കാറുകളുടെ ഒരു അടിപൊളി കളക്ഷൻ ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. ഷോറൂം മാത്രമല്ല, ഇവർക്ക് എല്ലാം ഉണ്ട്. ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങൾ എല്ലാം അടങ്ങുന്ന ഒരു വലിയ ഏരിയയിലാണ് ഈ ഒരു ഷോറൂം നിൽക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം ഷാഫി ബ്രോ. ഹായ്, നമസ്കാരം. നമസ്കാരം. സുഖല്ലേ? വിശാലായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് കല്ലിങ്കൽ കാസിനെ പറ്റി നമ്മുടെ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് ഈ ഷോറൂം, എത്ര കാലമായി തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ജസ്റ്റ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 45 ഇയേഴ്സിൻ്റെ മുകളിലായി നമ്മൾ ഷോറൂം. 45 വർഷത്തിന്റെ മുകളിൽ പാരമ്പര്യം. പാരമ്പര്യമാണ്. നമ്മൾ ഇപ്പോൾ അവരൊക്കെയാണ് യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. ഇപ്പോൾ മക്കളാണ് ഇപ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ്ഡ് കാർസ് ഫുള്ള് ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. പ്രീമിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സെമി സെഗ്മെന്റും വരുന്നുണ്ട്. സെമി ഉണ്ട്, ഇവിടെ താറുണ്ട്, അതേപോലെ തന്നെ അമേസ് ഉണ്ട്, XUV ഉണ്ട്, ക്രെറ്റ ഉണ്ട്, മോഡൽസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. കൂടുതലും പ്രീമിയം തന്നെ. അതിൽ കേരള വാഹനങ്ങളോ അതോ റീവണ്ടികളോ? കേരള വണ്ടിയാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനായിട്ട് എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അറിയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ PY വാഹനങ്ങൾ, TN. ഈ എക്സ്ചേഞ്ച് വണ്ടികൾ വരുമ്പോൾ ഇതെടുക്കും അല്ലേ? എല്ലാ വാഹനങ്ങളും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാ വാഹനങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. കാറായിരിക്കട്ടെ നമ്മൾ ചെയ്യാം. ചെറുതും ചെറുതും വലുതെല്ലാം എല്ലാം എടുക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ കാറാണെങ്കിലും കൊണ്ടുവരാം ധൈര്യമായിട്ട്. തീർച്ചയായിട്ടും. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ? മഞ്ചേരി. ഇത് പ്രോപ്പർ മഞ്ചേരി തന്നെയാണ്. പ്രോപ്പർ മഞ്ചേരി മേലാക്കം എന്ന് പറഞ്ഞ റൂട്ട് മഞ്ചേരി കുറെ റൂട്ട് പോകുന്നില്ലേ? അതെ. ഇത് നിലമ്പൂർ അരീക്കോട് റൂട്ടിലാണ് നമ്മളെ സ്ഥാപനം. ഓക്കെ. സ്ഥാപനം മഞ്ചേരി ടൗണിൽ തന്നെ. നിങ്ങൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. കല്ലിങ്കൽ കാസ് അടിച്ചു കഴിഞ്ഞാൽ, ഞാനും അത് ഇട്ടിട്ടാണ് വന്നത്, മാപ്പ് ഇട്ടിട്ടാണ് വന്നത്. ഡയറക്റ്റ് ഇങ്ങോട്ട് എത്താൻ പറ്റും. ആക്സസറീസും എല്ലാം ഉണ്ടല്ലേ? നമ്മൾ ആ ബിൽഡിംഗ് മൊത്തം ആക്സസറീസിന്റെ ഷോറൂമാണ്. ഫുള്ള് ഒരു വലിയ ഷോറൂമാണ്, അടിപൊളി ഷോറൂമാണ്, ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണം. കാരണം നിങ്ങളില്ലാതെ നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കാൻ വിട്ടുപോകരുത്, ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അതേപോലെ നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ കയറി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. താങ്ക് യു. ആദ്യ വാഹനം മെഴ്സിഡസ് ബെൻസ് GLC 220 അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മാനുഫാക്ചറിങ്, 2019 രജിസ്ട്രേഷൻ കാര്യങ്ങളുള്ള വാഹനം. സിംഗിൾ ഓണറാണ് വാഹനം വരുന്നത്. 82,000 ഇപ്പോൾ കിലോമീറ്റർ കാര്യങ്ങളുള്ള. ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ, റീസെൻ്റ്ലി സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഓണറാണ് വാഹനം വരുന്നത്. 82,000 കിലോമീറ്റർ, 2019 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 18 മോഡൽ. 19 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 2019 മുതൽ 15 വർഷത്തേക്കുള്ള ടാക്സ്. കേരള വണ്ടിയല്ലേ ഇത്? അതെ, ഒറിജിനൽ കേരള വണ്ടി. 220 ആണ്. ഇതിൽ എത്ര മൈലേജ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വണ്ടിക്ക്? ഒരു 70-80 മൈലേജ്, 17-18 കിട്ടും. അതെ, ആവറേജ് കിട്ടും. ആവറേജ് കിട്ടും. ടൗണിലൊക്കെ ആണ് ഒരു 14 കിട്ടും. ഒരു 15-16 ലെവലിൽ കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനമാണ്. അതെ അല്ലേ? ഓക്കെ. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയിപ്പോൾ? ഇത് നമ്മളിപ്പോൾ 40 ആണ് ചോദിക്കുന്നത്. 40 ലക്ഷം. ഓക്കെ. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ഫുൾ സർവീസ് ഉണ്ട് വാഹനത്തിന്. അപ്പോൾ 40 നമുക്ക് ലോൺ സൗകര്യം എത്ര കിട്ടും ഈ ഒരു വാഹനം? മാക്സിമം ലോൺ സൗകര്യം എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബാങ്ക്. 80% മുകളിൽ 80 മുകളിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കേരള വണ്ടിയാണ്, റീവണ്ടിയല്ല. അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട. വണ്ടി എന്തായാലും നീറ്റാണ് അല്ലേ? പക്ക സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു അടിപൊളി വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. വേറെ ഇപ്പം ഒന്നും എടുക്കാനില്ലല്ലോ, സർവീസ് കഴിഞ്ഞ് നിൽക്കല്ലോ. ഇനി അടുത്തൊരു 15,000 കഴിഞ്ഞിട്ട് എടുത്താൽ പോലെ സർവീസ്. ഇവർക്ക് ഇനി പുതിയ ഇൻഷുറൻസ് നമ്മൾ ഇതിൽ എടുത്ത് കൊടുക്കാം. ഏകദേശം എത്ര കോസ്റ്റ് വരും? ഓൾമോസ്റ്റ് 30ന്റെ ഉള്ളിൽ വരുന്നതാണ്. 30,000 അകത്ത് ഇൻഷുറൻസ് വരുന്നത്. ഫുൾ കവർ ആണ് അല്ലേ? അതെ, ഫുൾ കവർ. ഓക്കെ. അടുത്തതാ BMWന്റെ ഒരു M സ്പോർട്ട് കാറ്റഗറി വാഹനമാണ്. BMW 530D അല്ലേ? ഓക്കെ. KL5 കോട്ടയം വണ്ടിയാണ്. നല്ലൊരു അടിപൊളി ബ്ലൂ കളർ വാഹനം. ബ്ലൂ അല്ലേ? ബ്ലാക്ക് അല്ലല്ലോ? മിഡ്നൈറ്റ് ബ്ലൂ ആണ്. മിഡ്നൈറ്റ് ബ്ലൂ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. ഇത് 2018 ആണ് വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് 2018. ഓക്കെ. 64,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പക്ക M സ്പോർട്ട് ആണ്. ടർബോ എഞ്ചിൻ അറിയുന്നവർക്ക് അറിയാം.
പെർഫോമൻസ് സെഗ്മെന്റ് കാറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാഹനമൊക്കെ എന്തായാലും ആരാധകരുണ്ടാവും, നോക്കി നടക്കുന്നവർ എന്തായാലും ഉണ്ടാവും. ഓക്കെ, 60,000 ഫുൾ സർവീസാണ്. ഫുൾ സ്റ്റഡി കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് അല്ലേ? സ്റ്റഡി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോ പാർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ എടുത്തു പറയുന്നത് എന്നാലും ഫീച്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയിപ്പോൾ? ഇത് നമ്മൾ റേറ്റ് വരുന്നത് 48 രൂപയാണ്. 48 ലക്ഷത്തിന് ഈ ഒരു 2018 സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി സർവീസുള്ള BMW M Sport 530D നിങ്ങൾക്ക് സ്വന്തമാക്കാം. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു കൊടുക്കും അല്ലേ? പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്. അതെ, ഇതിനും ഏകദേശം ആ റേഞ്ച് തന്നെ വരിക. നമ്മൾ നേരത്തെ GLC അത് ഓൾമോസ്റ്റ് ആ റേഞ്ച് 30,000 അകത്ത് തന്നെ ഏകദേശം. ഇതിനൊക്കെ ഏകദേശം ഒരു റെഗുലർ സർവീസിന് കോസ്റ്റ് എത്ര വരുന്നുണ്ട് കമ്പനിയിൽ അറിയാമോ? നോർമലി 530ക്ക് എന്തായാലും ഒരു 30ന്റെ മുകളിൽ വരുന്നുണ്ട്. 30,000 മുകളിൽ ഏകദേശം റെഗുലർ സർവീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത്രയും 15ന്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. 15ന്റെ ഉള്ളിൽ, 30 to 15ന്റെ ഉള്ളിൽ റെഗുലർ മെയിൻ്റനൻസിൻ്റെ കാര്യം. ഓക്കെ, ബെൻസ് ഒരുമാതിരി വണ്ടി BMW എന്നൊക്കെ പറയുന്നത് ഏകദേശം 6 റേഞ്ചിൽ തന്നെ 15,000 വരുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്. ഈ രണ്ട് ഇതിലേതാണ് ഫസ്റ്റ് വരുന്നത്, അതാണ്. ഇനിയിപ്പോൾ 75,000 ചെയ്ത് മതിയാവില്ലേ? 60,000 ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നവർക്ക് ഇനി അടുത്തൊരു 75,000 അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ടോ ചെയ്താൽ മതി. അപ്പോൾ 48 ലക്ഷത്തിന് ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 80% ഇതും കയറും. 80% മുകളിൽ നോർമലുള്ള ഒരു ട്രാക്കിലുള്ള ഒരാൾക്ക് എന്തായാലും കയറും. ITR കാര്യങ്ങളിലായിരിക്കും മാക്സിമം ലോണും ബാങ്കിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 48 ലക്ഷത്തിന് M Sport 530D സ്വന്തമാക്കാം. ഇതിൻ്റെ മൈലേജ് ഞാൻ ചോദിക്കുന്നില്ല, ചോദിച്ച് അടി കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ എത്ര കിട്ടും? ഒരു 10ന്റെ മുകളിൽ എന്തായാലും കിട്ടും. 10ന്റെ മുകളിൽ തള്ളരുത്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു SUV സെഗ്മെന്റ് ബെൻസിൻ്റെ വന്നിരിക്കുകയാണ്. മെഴ്സിഡസ് ബെൻസ് GLE 250D ആണ് വാഹനം. 5 സീറ്റർ വാഹനമാണ്. എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വണ്ടിയാണ്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ മാഹിയിലൊക്കെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് ഒരു സെഗ്മെന്റ് വാഹനമാണ്. ഒരുപാട് പേരുണ്ട് മാഹി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ടുപോകാം. ഇനി പോണ്ടിച്ചേരി ആരെയും കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സിംഗിൾ ഓണറിൽ എപ്പോഴും നിൽക്കുന്ന വാഹനമാണ്. 2016 വാഹനത്തിന്റെ മാനുഫാക്ചറിങ് വരുന്നത്. 16 മോഡലാണ്. ഓക്കെ, കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. എത്ര ഓട്ടം പോയത്? കിലോമീറ്റർ വരുന്നത് 160 ഇപ്പോൾ കിലോമീറ്റർ ഉള്ളത്. 1,60,000 ഓടി. ഫുൾ കമ്പനി ത്രൂ സർവീസ് കാര്യങ്ങളിലാണ് എല്ലാം ഉണ്ട്. ഓക്കെ, കേരള വണ്ടിയാണ് ഇതും. നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാം കേരള വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ NOCയിലാണോ പ്രൈസ് പറയുന്നത്? അതെ, നമ്മൾ NOCയിലുള്ള റേറ്റ് ആണ്. എങ്ങനെയാ? നമ്മൾ 29 ലക്ഷം NOC പ്രൈസ്. സപ്പോസ് ഇത് കേരളത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം എത്ര കൊടുക്കേണ്ടി വരും? ഓൾമോസ്റ്റ് കേരളത്തിലോട്ട് മാറാത്താണ് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ എല്ലാം ഒരു ബെറ്റർ. മാറിയാണ് ഓൾമോസ്റ്റ് ഒരു 4 to 5ന്റെ അടുത്ത് 4 to 5ന്റെ അടുത്ത് കേരളത്തിലേക്ക് മാറാൻ വരും. ഞാൻ പറഞ്ഞ പോലെ ഈ തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ ബിസിനസ് ഉള്ളവരാണെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വാഹനമായിരിക്കും. എന്തായാലും ഓണറാണ് വാഹനം. അതാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഓണർഷിപ്പ് തന്നെ എടുക്കുകയാണ്. 160 ഓടിയിട്ടുള്ള 2016 മോഡൽ. ഇൻഷുറൻസ് ഞാൻ മറ്റുള്ള വണ്ടി പറഞ്ഞ പോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ് വാഹനത്തിനുള്ളത്. ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്? ഇല്ല, അവർക്ക് നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒരു ബെൻസ് BM, പിന്നെ ഒരു ബെൻസ്, വീണ്ടും ഒരു BM ആണ്. BMW X1 ആണ് ഒരു SUV സെഗ്മെന്റ് വാഹനം, കോമ്പാക്ട്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 വാഹനം വരുന്നത്. 18 അല്ലേ? ഇപ്പോൾ കണ്ട ഓൾമോസ്റ്റ് വാഹനങ്ങളും 18, 19 രജിസ്ട്രേഷൻ ആണല്ലേ വരുന്നത്? മോഡലുള്ള വാഹനം. ഓക്കെ, പറഞ്ഞോളൂ. 2018 വാഹനം വരുന്നത്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പോണ്ടിച്ചേരി തന്നെയാണ് വാഹനം നിലനിൽക്കുന്നത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ തന്നെ വരുന്ന വാഹനം. 3rd ഓണറാണ് ഇപ്പോൾ. ഓക്കെ, കിലോമീറ്റർ വെറും 44,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. അത് ലോ കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വാഹനം. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ. വാഹനം കൂടിയാണ്. എത്ര വരെ വരാൻ ചാൻസ് ഉണ്ട്? ഇതൊരു ഓൾമോസ്റ്റ് ഒരു 17ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്നത്. 17ന്റെ അടുത്ത് വരെ കിട്ടും. ടൗണിൽ നിന്നൊക്കെ കുറച്ച് എന്തായാലും കുറയും അല്ലേ? അതെ. ഓക്കെ, പറഞ്ഞോളൂ. പക്ക നീറ്റാണ് വാഹനം വരുന്നത്. 44,000 കിലോമീറ്റർ ഓടിയതുകൊണ്ട് തന്നെ പക്ക നീറ്റ് ക്ലീൻ വാഹനം. ഓക്കെ, NOC പ്രൈസ്? NOC റേറ്റ് വരുന്നത് നമുക്ക് 25 രൂപ. 25 ലക്ഷം 2018 48,000 കിലോമീറ്റർ മാത്രം ഓടിയ BMW X1 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 25 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോണും കയറുമല്ലോ, ചോദിക്കണം അടുത്തിട്ട്. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇത് സർവീസ് കഴിഞ്ഞ് വെച്ചേക്കാം? അതെ, സർവീസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഉള്ളതാണ്. ഇത് NOC റേറ്റ് ആണ്. ഇത് കേരളത്തിലേക്ക് മാറണമെങ്കിൽ ഏകദേശം എത്ര വരാൻ ചാൻസ് ഉണ്ട്? ഓൾമോസ്റ്റ് ഒരു 4-5 രൂപേൻ്റെ അടുത്ത് ഇതിനും വരുന്നുണ്ട്. ഓക്കെ, 4-5 ലക്ഷം ഇതിനും വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്.
അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഓഡിയുടെ ഒരു സ്പോർട്ടി കാറാണ്, സ്പോർട്ടി സെഡാൻ, ഓഡി S7 ആണ്. ഒരു തീപ്പൊരി ഐറ്റം അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2011 10-ാം മാസം വരുന്ന വാഹനമാണ്. 11 10-ാം മാസം കേരള വണ്ടി ഇത്? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി കാര്യം. തേർഡ് ഓണർഷിപ്പാണ് ഇപ്പോൾ വാഹനം നിലനിൽക്കുന്നത്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 85,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. 85,000 അല്ലേ? ഓക്കെ, പക്ക ഒരു സ്പോർട്ടി ലുക്കാണ് വാഹനം വരുന്നത്. ഇതൊക്കെ നമ്മുടെ അറ്റൻഷൻ എവിടെ ചെന്നാലും കിട്ടും. നമ്മൾ സാധാരണ ഒരു കാറിന്റെ കിലോമീറ്റർ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാറ്. 2011 ആയതുകൊണ്ട് 81,000 എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ 85,000. സോറി 85,000 എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ ജനുവിൻ്റെ ആളുകൾ സംശയിക്കും. അതാണ് എടുത്ത് പറഞ്ഞത്. അത്രേ ഉണ്ടാവില്ല, കറക്റ്റ് സർവീസ് ഉണ്ട്. ഓക്കെ, പറഞ്ഞ പ്രൈസിങ് എങ്ങനെയാണ് ഇപ്പോൾ? ഇതിന്റെ പ്രൈസിങ് വരുന്നത് നമുക്ക് 19 ആണ്, 19 ലക്ഷമാണ് വരുന്നത്. 19 ലക്ഷം. അഡീഷണൽ കുറേ ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ടോ അതോ? ഓൾമോസ്റ്റ് ഓൾറെഡി വാഹനത്തിൽ വരുന്ന ഫിറ്റിംഗ് തന്നെയാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല, അഡീഷണൽ ചെയ്തിട്ടില്ല. ഓക്കെ, വേറൊന്നും എടുത്ത് പറയാനില്ല. A7 ആണ്. ആ പെർഫോമൻസ് നിങ്ങൾക്ക് ഓടിച്ചവർക്ക് അറിയാൻ പറ്റും എന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. 19 ലക്ഷത്തിന് 2011 തേർഡ് ഓൺഷിപ്പ് കിടക്കുന്ന 85,000 കിലോമീറ്റർ ഓടിയ ഓഡി S7 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? ലോണ് നോർമലി ബാങ്കിന്റെ അനുസരിച്ചാണ് കിട്ടാറ്. 10 വർഷം കാലാവധിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നോക്കാമല്ലോ. ഓക്കെ, വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടൂല, ഒരു ചെറിയൊരു എമൗണ്ട് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം ഓഡി A4 ആണ്. അതായത് എന്താ പറയുക, ഓഡിയിലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതേപോലെ തന്നെ എക്കണോമി അല്ലേ, ഫ്യൂൽ എക്കണോമി എല്ലാം ലഭിക്കുന്ന ഒരു വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത്? ഇത് 2015 വാഹനം വരുന്നത്. ഓക്കെ, 17 രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, 17 മുതലാണ് വണ്ടിയുടെ ടാക്സ് കാര്യങ്ങളൊക്കെ വരിക. ഒറിജിനൽ കേരള വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓക്കെ, 75,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. 75,000 ഓടിയ കമ്പനി സർവീസ്. അതെ, ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങൾ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്, S-Line പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഡീസൽ വാഹനമാണ്. അത്യാവശ്യം ഒരു മൈലേജ് കിട്ടുമല്ലോ ഇതിന്? അതെ, എത്ര ഉണ്ടാവും? നല്ല മൈലേജ് കാര്യം 16 അടുത്ത് 16-17 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. നല്ല ടയർ ബാങ്കുകളുണ്ട്. വേറെ ഇപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ് വാഹനം. സർവീസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുക? അതെ, സർവീസ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന പാർട്ടിക്ക് ഇനി അടുത്ത 15,000 കൂടുമ്പോൾ ചെയ്താൽ മതി അല്ലേ? ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഓൾമോസ്റ്റ് വാഹനങ്ങളും സർവീസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ വാഹനങ്ങളും ഓൾമോസ്റ്റ് വാഹനങ്ങളും സർവീസ് കഴിഞ്ഞ് നിൽക്കുന്നത്. പീരിയഡിക്കൽ സർവീസ് ആയിട്ട് വരാൻ സമയം കൊണ്ടുള്ളതാണെങ്കിൽ ചെയ്യാനുണ്ടാവുള്ളൂ. കിലോമീറ്റർ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം സർവീസ് കഴിഞ്ഞ വാഹനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 19 രൂപയ്ക്ക് കൊടുക്കാം. 15 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന ഓഡി A4 കേരള വാഹനമാണ്. 19 ലക്ഷത്തിന്. കിലോമീറ്റർ എത്രയില്ല? കിലോമീറ്റർ 75,000 കിലോമീറ്റർ. 75,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോറി. അപ്പോൾ 75,000 കിലോമീറ്റർ ഓടിയ വാഹനം 19 ലക്ഷത്തിന് കേരള വണ്ടി, ഒറിജിനൽ കേരള. ഇതിൻ്റെ റീയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഇത് കേരള വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 19 ലക്ഷം. ഈ പറയുന്ന വിലകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ? അല്ല, നമ്മൾ ഫൈനൽ റേറ്റ് ആണ്. ഏകദേശം ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, ആയിക്കോട്ടെ. ലോണും ഒരു 80% കയറും തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു ഓഡി A4 വന്നിരിക്കുകയാണ്. ഇത് കേരളത്തിലോട്ട് നമ്പർ ആയ വാഹനം. KL 55 തിരൂരിലേക്ക്, മലപ്പുറം ജില്ലയിൽ തിരൂരിലേക്ക് നമ്പർ ആയ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് അതേപോലെ തന്നെ S-Line ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് 2012-13 രജിസ്ട്രേഷൻ വരുന്നത്. 13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 74,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വാഹനം നിലനിൽക്കുന്നത്. കിലോമീറ്റർ നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ? നമ്മൾ പറയുന്നില്ല, അവർ പറഞ്ഞു ഓൾമോസ്റ്റ് കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ജെനുവിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഉറപ്പിച്ച് പറയുന്നു. ഓക്കെ, വെന്റിലേഷൻ സർവീസ് കാര്യങ്ങൾ അവർ പുറത്തുനിന്നായിരിക്കും ചെയ്തിട്ടുണ്ട്. വണ്ടിയിലെ നിലവിലെ അവസ്ഥ എങ്ങനെ? പക്ക കണ്ടീഷനാണ്. സർവീസും കഴിഞ്ഞ് നിൽക്കണം. അതെ, സർവീസ് എല്ലാം കഴിഞ്ഞ് നിൽക്കും. ഓക്കെ, അപ്പോൾ വാഹനമാണ്. നമ്പർ ആയി കഴിഞ്ഞു. KL 55 നമ്പർ ആയി കഴിഞ്ഞു. എത്ര കൊടുക്കുക ഇത് നമുക്ക് 10 രൂപ കൊടുക്കാം. 10,50,000 രൂപയ്ക്ക് 2012 രജിസ്ട്രേഷൻ വരുന്നല്ല. 12 മാനുഫാക്ചറിംഗ് 13 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 10,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി നിങ്ങൾ ഒരു ടാക്സോ കാര്യം അടക്കേണ്ടതില്ല. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണോ ഒന്നും ചെയ്യേണ്ട. 10 ലക്ഷം രൂപ കൊടുത്ത് ഈ ഒരു വണ്ടി കൊണ്ടുപോകാം. നല്ല മൈലേജുള്ള ഒരു അടിപൊളി പ്രീമിയം സെഡാൻ കാറാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. തീർച്ചയായും. എന്താ ഇത്, ഓഡി A4 ചാകരയോ? അടുത്ത ബ്ലാക്ക് ഓഡിയാണ്. നമ്മൾ 2 വൈറ്റ് കണ്ടു. ഓഡി A4 എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 ഒറിജിനൽ കേരള വാനാണ്. ഒറിജിനൽ കേരള ഓണർഷിപ്പിലുള്ള ഒറിജിനൽ കേരള വാനാണ്. എത്രയാണ് പറഞ്ഞത്? 13. 2013. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണിത്. നേരത്തെ കണ്ട റിയ ആയിരുന്നു. ഇത് കേരള വണ്ടി.
പറഞ്ഞോളൂ എങ്ങനെ കാര്യം 95,000 കിലോമീറ്ററാണ് റൺ ചെയ്തിട്ടുള്ളത്. 95. അതെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വാഹനം നിലനിൽക്കുന്നത്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഇല്ല, മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ വണ്ടികൾക്ക് എന്തെങ്കിലും വാറണ്ടി പോലെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വാറണ്ടി ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ വാഹനത്തിൽ എന്താണോ ക്ലെയിം ഹിസ്റ്ററി കാര്യം, എന്ത് ബാഡ് ഹിസ്റ്ററി എന്തെല്ലാം അതെല്ലാം പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കും. ഓക്കെ ഓക്കെ. അങ്ങനത്തെ ഓൾമോസ്റ്റ് വണ്ടി നമ്മൾ എടുക്കാറില്ല. പിന്നെ ബമ്പർ അങ്ങനെ മൈന്യൂട്ട് കാര്യങ്ങളുള്ള വാഹനങ്ങളിൽ നിങ്ങളുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും മേജർ ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ്, അപ്പോൾ മേജർ പരിക്കോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും അറിയാണ്ട് പെട്ടുപോയാൽ തിരിച്ചെടുക്കുമോ? നമ്മൾ 151 ചെക്കപ്പ് ചെയ്ത് തന്നെ ഒരു വാഹനം പർച്ചേസ് ചെയ്യുന്നത്. അത്രയും ഉറപ്പിച്ച് തന്നെ കൊടുക്കും. അപ്പോൾ ഒന്നും പറയാനില്ല. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 13 രൂപ കൊടുക്കാം. 13 ലക്ഷത്തിന് 2013 ഓഡി A4 ഒറിജിനൽ കേരള വാഹനം. നമ്മൾ നേരത്തെ 13 രജിസ്ട്രേഷൻ വേറൊന്നും പത്രമൊക്കെ കണ്ടിരുന്നു, അറിയ വണ്ടിയാണ്. ഇത് 13 ഒറിജിനൽ കേരള വാഹനമാണ്. കിലോമീറ്ററും കമ്പാരിറ്റീവ്ലി അതിനപേക്ഷിച്ച് കുറവാണല്ലോ. അതെ, കുറവേ ഓടിയിട്ടുള്ളൂ. നല്ല മൈലേജ് ഉള്ള ഒരു പ്രീമിയം സെഡാൻ കാർ സ്വന്തമാക്കാം. ലോൺ എത്ര കയറും? ലോൺ ഓൾമോസ്റ്റ് ഒരു 80% അടുത്ത് കയറും. ഓക്കെ. അടുത്തോണ്ടിരിക്കും. നമ്മൾ ഇത്ര നേരവും ലക്ഷറി കാറുകളൊക്കെ കണ്ടു. പക്ഷേ ലക്ഷറികളിൽ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഒരു അഡാർ ലക്ഷറിയാണ് അടുത്തത്. പോഷ് കേൻ അല്ലേ? പക്ക പോഷാണ്. അതന്നെ, പോഷ് വണ്ടി. ചിലർ പോഷ് എന്ന് പറയും, എല്ലാം പറയും അല്ലേ? പോഷ് കേൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2014 കേരള വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ 82,000 കിലോമീറ്ററാണ് വരുന്നത്. ഓടിയത്. സർവീസസ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. എല്ലാം ഉണ്ട് അല്ലേ? പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫാൻസി നമ്പറോട് കൂടിയുള്ള വാഹനം കേരള വണ്ടി തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി എല്ലാം ലഭ്യമാണ്. എന്താ പറയുക, ആ ഒരു കോസ്റ്റ്ലി സെഗ്മെന്റ് ആണ്. ഉപയോഗിക്കുന്നവരെ ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് എന്തായാലും തേടി വരുള്ളൂ. 2014 ഈ വാഹനം നമ്മൾ 36 ലക്ഷത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. 36. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റും? 1 CR അടുത്ത് വരുന്നുണ്ട്. 1 CR അടുത്ത്. ഇപ്പം 36 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒറിജിനൽ കേരള വാഹനം, 2014 വാഹനമാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ലോണ് ചാൻസ് ഉണ്ടോ ഇതിൽ? ലോണെല്ലാം എത്ര കിട്ടും? ഒരു 80 തന്നെ കിട്ടും. 80 തന്നെ കിട്ടും. 80 തന്നെ കിട്ടുന്നുണ്ട്. 36 ലക്ഷത്തിന് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ. ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. മെർസിഡസ് ബെൻസ് CLA 200 ഒരു സ്റ്റൈലിഷ് കാർ അല്ലേ? അതെ, പക്ക സ്പോർട്ടി കാർ. പക്ക സ്പോർട്ടി സ്റ്റൈലിഷ് കാറാണ്. അതും റെഡ് കളറാണ്, റെഡ് ആൻഡ് ബ്ലാക്ക്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ? ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം പ്രീമിയത്തിലോട്ട് വരുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. അടിപൊളി ഒരു വാഹനം. 200. അതെ. അതുപോലെ മൈലേജ് വരുന്നത് 90+ മൈലേജ് ആണ്. 19 കൂടുതൽ മൈലേജ് വരാൻ ചാൻസ് ഉള്ള ഒരു വാഹനം. 200 സീരീസ് ആണ് വരുന്നത്. നമ്മളെ ഹാഷ് ബാക്കിന് അതേ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരും അല്ലേ? ഓക്കെ. പിന്നെ സ്പോർട്ടിയാണ് വാഹനം. ഇത് സെഡാനാണ്. സെഡാനാണ്. അതെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വാഹനം നിലനിൽക്കുന്നത്. മോഡൽ ഏതാ? 2016 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. 16 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 73,000 കിലോമീറ്റർ. 73,000 ഓടി. ഡീസൽ വാഹനമാണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. വേറെ ഒരു പണി ഒന്നുമില്ല അല്ലേ? പുതിയ ഇൻഷുറൻസ് നമ്മൾ ഇതിൽ അവർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യാം. പുതിയ ബാറ്ററിയാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് ഒരു 22 ഫൈനൽ കൊടുക്കാം. കേരള വണ്ടിയാണല്ലേ? കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള. നല്ല ഫാൻസി നമ്പറാണ് വാഹനത്തിൻ്റെ ഒരു എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം. 22 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്ന വില. 2016 മോഡൽ CLA 200 നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല മൈലേജ് ഉള്ളൊരു സ്പോർട്ടി കാർ അല്ലേ? അതെ. ഓക്കെ. ലോണ് എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോണെല്ലാം ഒരു 90+ 90% എന്തായാലും കിട്ടും. ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു തുടക്കക്കാർക്ക് പ്രീമിയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ സെഗ്മെൻറ്റാണ്. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഓഡി Q5. ഒരു SUV സെഗ്മെൻറ്റ് വാഹനം. ഓഡിയുടെ കൂടുതലും കണ്ടതെന്ന് ഓടിയാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2 ലിറ്ററിൽ വരുന്ന ഓഡി Q5 ആണ്. 2014 രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതിനെടുത്ത് പറയേണ്ടത് ലോ കിലോമീറ്റർ ആണ് വാഹനം വരുന്നത്. എത്ര? 41,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. 2014 മോഡൽ വെറും 41,000. ഒന്നും പറയാനില്ല. അത് 2 ലിറ്റർ വാഹനം. 2 ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. അതെ. ഓക്കെ. ആ വാഹനത്തിൽ ഈ ഒരു കിലോമീറ്റർ കേരളത്തിൽ ചുരുക്കം വാഹനങ്ങൾ ഉണ്ടാവുള്ളൂ. കിലോമീറ്റർ നമുക്ക് ജെന്യൂൻ ആണ്. സർവീസ് എല്ലാം പ്രോപ്പറാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. ഒന്നും പറയാനില്ല. ക്വാളിറ്റിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വാഹനത്തിൽ. ഓണർഷിപ്പ് എത്രയുള്ള? സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സെക്കൻഡ് 2014 വെറും 48,000 കിലോമീറ്റർ ഓടിയ ഓഡി Q5. എത്ര കൊടുക്കാൻ പറ്റുന്നത്?
ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 21 കൊടുക്കാം ഫൈനൽ. 21 ലക്ഷം കേരള വണ്ടിയാണ്. 21 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. 2014 മോഡൽ ലോ കിലോമീറ്റർ വാഹനം. കിലോമീറ്ററാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോ കിലോമീറ്ററാണ്. 48,000 മാത്രം ഓടിയ വാഹനമാണ്. ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാറ്റഗറി വണ്ടികളാണ് നമ്മൾ മാക്സിമം ഇവിടെ ചെയ്യാറ്. ലോ കിലോമീറ്റർ ക്വാളിറ്റി നോക്കിയിട്ട്. പിന്നെ അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുക്കാതെ ഒന്നാമത് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. എടുത്ത വണ്ടികൾ തന്നെ നമ്മൾ മാക്സിമം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളിൽ നോക്കാറുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ആ ഒരു ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കേരള വണ്ടി ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ കിട്ടും. ശരി. അതർ സ്റ്റേറ്റ് ആകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അതാണ്. എന്തായാലും ഇത് മാത്രമല്ല, പ്രീമിയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ചത്. ഇത് മാത്രമല്ല, ഇവിടെ ക്രെറ്റയുണ്ട്, XUV ഉണ്ട്, അമേസ് ഉണ്ട്, അതേപോലെ തന്നെ മഹീന്ദ്ര ഒരുപാട് സെമി സെഗ്മെന്റും ഉണ്ട്. അപ്പോൾ മൊത്തം ഷോറൂമിൽ ഇപ്പോൾ ലഭ്യമല്ല, പുറത്ത് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. ഏത് വാഹനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇതാ നമ്മൾ റൈറ്റ് ഓഫ് കോർണറിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. വന്ന് കഴിഞ്ഞാൽ ബാക്കി ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കും. ലോണിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം അവർ തരും. നമ്മൾ തന്നെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. എല്ലാം നിങ്ങൾ വരുന്നതിന് മുന്നേ ചിലപ്പോൾ അത് സെറ്റാക്കി തരാൻ പറ്റും. കാരണം ഓൺലൈനിൽ അയച്ചു കൊടുത്താൽ മതി. നിങ്ങൾ അതൊക്കെ അയച്ചിട്ട് കൺഫേം ആക്കിയിട്ട് വേണം അങ്ങനെയും വരാം. വരുന്നതിന് മുന്നേ വിളിച്ചിട്ട് തന്നെ വരിക അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. അപ്പോൾ ഷാഫി ഭായ്, നന്ദി. എല്ലാവർക്കും നന്ദി. ബൈ.